ഇതിവിടുത്തെ ഗോശാലയാണ്. ശരിക്കും പറഞ്ഞാൽ പശുക്കളെ വളർത്തുന്ന സ്ഥലം. ഈ പശുക്കളുടെ പാലെടുത്തിട്ടാണ് ഭഗവാന് അഭിഷേകം ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് വളർത്തുന്ന പശുക്കളാണ്. ഈ അമ്പലത്തിൻ്റെ അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്പിരിച്വാലിറ്റി വിത്ത് മോഡേണിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റി ഒരു സയൻസ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങളും ഈ നമ്മുടെ കൃഷ്ണ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ദ ഹയർ ടേസ്റ്റ് എന്ന് പറഞ്ഞൊരു പുതിയ ഒരു ഹൈടെക് റെസ്റ്റോറൻറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ പറയുന്ന പോലെ ഗോഡ്സ് ഓൺ ക്യൂസിൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ തന്നെ വ്യത്യസ്തമായ കാര്യങ്ങൾ, അതായത് ഇപ്പോഴത്തെ യങ് ജനറേഷനും കൂടെ ഈ എന്താ പറയുക സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന രീതിയിലുള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങളും എല്ലാം ഈ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സാമൂഹ്യ പ്രതിബദ്ധത വിളിച്ചോതുന്നതാണ് ഇവരുടെ അക്ഷയപാത്ര പദ്ധതി. ഇവിടുത്തെ വൃത്തിയും വെടിപ്പുമുള്ള ഹൈടെക് അടുക്കളകളിൽ നിന്നും എല്ലാ ദിവസവും നിർധനരായ 100,000-ൽ പരം വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്നു. 5 മണിക്കൂർ സമയത്തിനുള്ളിൽ 100,000-ൽ പരം പാത്രങ്ങൾ നിറയ്ക്കുന്ന ഈ മാസ്മര വിദ്യയ്ക്ക് കൃഷ്ണപ്രസാദമായ അക്ഷയപാത്രം എന്നല്ലാതെ മറ്റെന്ത് പേര് നൽകാനാകും? പല രീതി എല്ലാം ഹൈടെക്കാണ്, എല്ലാം മെഷീൻസാണ് ചെയ്യുന്നത്. ആൾക്കാരുണ്ടെങ്കിൽ 1,00,000-ൽ കൂടുതൽ ആൾക്കാർക്കുള്ള ഭക്ഷണമാണ്, കുട്ടികൾക്കുള്ള ഭക്ഷണം, ചോറ്, സാമ്പാർ എല്ലാം ഭയങ്കര ഹൈടെക്കാണ്. കാണാമല്ലോ, വളരെ ഹൈജീനിക്കാണ്. എല്ലാവരും തൊപ്പിയും എല്ലാം വെച്ചിട്ട് മാസ്കൊക്കെ വെച്ചിട്ടാണ്, കാലിൽ പ്രത്യേകം ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ഇതിനകത്തേക്ക് കയറുന്നത്. അത്ര ഹൈജീനിക്കായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഭക്ഷണം ദൈവത്തിന് ആദ്യം നിവേദിച്ചിട്ടാണ് ഇത് അന്നദാനത്തിനായിട്ട് കുട്ടികൾക്കായിട്ട് കൊണ്ടുപോകുന്നത്. ആ ഇതാണ് ഇപ്പോൾ കണ്ടത്. ഈ അന്നദാനം, ഈ അക്ഷയപാത്ര എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. സ്വാമി CC ദാസ് പ്രഭു. അദ്ദേഹം ആണ് അക്ഷയപാത്ര എന്നുള്ള ഇതിൻ്റെ ഡയറക്ടർ, അതിൻ്റെ ചാർജുള്ള ആളാണ്. അദ്ദേഹമാണ് ബാക്കി കാര്യങ്ങളും എല്ലാം ഒന്ന് നോക്കുന്നത്. അക്ഷയപാത്രം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേർഡാണ് അല്ലേ? മഹാഭാരതത്തിൽ ദ്രൗപദിയുടെ കയ്യിൽ ഒരു അക്ഷയപാത്രം ഉണ്ടായിരുന്നു. അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് വി ക്യാൻ ടേക്ക് അൺലിമിറ്റഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഫ്രം ഇറ്റ്. ഒരിക്കലും തീരില്ല. അപ്പോൾ കഴിഞ്ഞ ഒരു 9 വർഷങ്ങൾക്ക് മുമ്പെയാണ് ഈ ഒരു ഐഡിയ വന്നത്. ഈ അമ്പലം ഇനാഗ്രേഷൻ ചെയ്തതിന് ശേഷം കുറേ പേര് അമ്പലത്തിലോട്ട് വരും, പ്രസാദം കഴിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അമ്പലത്തിലോട്ട് വരാൻ പറ്റാത്ത ആൾക്കാർക്ക് എങ്ങനെ ഈ പ്രസാദം എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഐഡിയയിൽ നിന്നാണ് ഇത് ആദ്യം ഉത്ഭവിച്ചത്. പക്ഷേ അതൊരു സോഷ്യൽ കോസും കൂടിയായിട്ടൊരു കമ്പൈൻ ചെയ്ത് നമുക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം, എസ്പെഷ്യലി ഇൻ എ കൺട്രി ലൈക്ക് ഇന്ത്യ. അപ്പോഴാണ് ഈ യുണൈറ്റഡ് നേഷൻസുകാരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഞങ്ങൾക്ക് കയ്യിൽ കിട്ടുകയും നമ്മുടെ ഇന്ത്യയിൽ ഉച്ചഭക്ഷണം അല്ലെങ്കിൽ ഭക്ഷണമില്ലായ്മ മൂലം എല്ലാ വർഷവും ഏകദേശം ഒരു 3-4 കോടി പിള്ളേരാണ് വിദ്യാഭ്യാസം നിർത്തിയിട്ട് പോവുക എന്നുള്ള ഒരു ഐഡിയ ഞങ്ങൾക്ക് അറിഞ്ഞു. അപ്പം അതിനായിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഇത് നല്ലതായിരുന്നു അതിൻ്റെ ഐഡിയ ബേസിക്കലി. സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് അല്ലേ ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൂടുതൽ കുട്ടികൾ പഠിക്കാനായിട്ട് മുന്നോട്ട് വരും. ഭക്ഷണത്തിന്റെ കുറവ് കൊണ്ട് പഠിത്തം നിർത്തിപ്പോകാതെ അതിൽ നിന്നൊക്കെ ഒഴിവാക്കുക അല്ലേ, അതാണ്. അപ്പോൾ ഒരു 2 കമ്മിറ്റ്മെന്റ് ആണ്. ഒന്ന് ഭക്ഷണം കൊടുക്കുക, അതിന്റെ കൂടെ അവർക്ക് വിദ്യാഭ്യാസം കിട്ടാനുള്ള ഒരു സൗകര്യം ചെയ്തു. അത് കൂടാണ്ട് കുറെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് ഇവിടെ ഭക്തർക്ക് കൊടുക്കുന്ന, പിന്നെ സെയിൽ ചെയ്യുന്നത് അല്ലേ. ഹരേ കൃഷ്ണ പ്രസ്ഥാനം ഒരു കിച്ചൺ റിലീജിയൻ എന്നുള്ള ഒരു ഐഡിയയും കൂടിയുണ്ട്. ഞങ്ങളുടെ ഫൗണ്ടർ AC ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് അദ്ദേഹം പറഞ്ഞു, ഓൺലി ത്രൂ ഭക്ഷണം, എസ്പെഷ്യലി അത് അമ്പലത്തിൽ നിന്നാകുമ്പോൾ പ്രസാദം എന്നുള്ളൊരു കൺസെപ്റ്റും കൂടിയുണ്ട്. അപ്പോൾ പ്രസാദം മൂലമാണ് നമുക്ക് ഈ നമ്മുടെ
സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളും ആദ്യമായിട്ട് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു ഐഡിയ ആണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഐഡിയ പ്രകാരം ഇവിടെ വരുന്ന എല്ലാവർക്കും സ്പെഷ്യലി അതാത് റീജിയനുള്ള ഭക്ഷണങ്ങൾ കുറേ കാര്യങ്ങൾ കൊടുക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്കും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ധാരാളം ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ്. പലതരം വരുന്ന ആൾക്കാരുടെ ഭക്ഷണ രീതി അനുസരിച്ച് വരെ ഇവിടെ ഭക്ഷണം തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ഭക്തർക്ക്, ഡിവോട്ടീസിനായിട്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു നല്ല 2 ഐറ്റം സ്വാമി നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഭക്ഷണം നമുക്കും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് എന്നൊക്കെ നമുക്കൊന്ന് കാണണ്ടേ. ഒന്ന് വന്നിട്ട് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. രാവിലെ ഭക്തന്മാർക്കും ഞങ്ങൾ ഡോണേഴ്സ് ഒക്കെ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്നത്. അതിൻ്റെ പേര് വന്നിട്ട് ഗൊജ്ജു അവലക്കി. ഗൊജ്ജു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു മിക്സാണ്, പലതരത്തിലുള്ള മസാലകളും ഒക്കെയുള്ള മിക്സുകളും. അവലക്കി എന്ന് പറയുന്നത് നമ്മുടെ അവൽ ഗൊജ്ജു അവലക്കി. അത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം. പിന്നെ ഒരു സ്വീറ്റ് ഡിഷും, അതിന്റെ പേര് സജ്ജപ്പം. സജ്ജപ്പം അത് ബേസിക്കലി നമ്മുടെ ബോംബെ റവ, മൈദ, പിന്നെ തേങ്ങ, എന്തായാലും പേര് കേട്ടിട്ട് തന്നെ വളരെ നല്ല ഒരു വ്യത്യാസമുള്ള പേരാണ്. അതുപോലെ തന്നെ ആ ഒരു ഐറ്റവും നല്ലതായിരിക്കും. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ആദ്യം നമുക്കൊരു അവല് വെച്ചിട്ടുള്ള ഗൊജ്ജു ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ ആദ്യം അവല് കൊണ്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ഗൊജ്ജു അവല്.